നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലീഗ്സ് കപ്പിൽ സാൻ ലൂയിസിനെതിരെ ഇന്റർ മയാമി ജയിച്ചു. 4-2 മെസ്സി അതിഗംഭീരമായി കളിച്ചു, ഇരട്ട ഗോളടിച്ചു, ഒരു അസിസ്റ്റ് നേടി. പക്ഷേ ഇതിനിടയിലും ആശങ്കയായി ആരാധകർക്ക്. ഇന്റർ മയാമിക്ക് ഇടനെഞ്ചിലൊരു വലിയ ഭാരം വയ്ക്കുന്ന പോലെ ഒന്ന് നടന്നു. മെസ്സി ഇടയ്ക്ക് അദ്ദേഹത്തിന് ചെറിയ പരിക്കുണ്ട് എന്ന സൂചന നൽകും വിധം അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ തുടയിലുള്ള ആ പരിക്ക്, അത് ആ ഡിസ്കംഫേർട്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു കൊണ്ടിരുന്നിരുന്നു. അദ്ദേഹം അത് കൃത്യമായും നമുക്കത് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിനൊരു ഇഞ്ചുറി ഉണ്ട്. അത് ലോകകപ്പിൻ്റെ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു ആ ഇഞ്ചുറി, അതിനു മുമ്പും ഉണ്ടായിരുന്നു, നേരത്തെ തന്നെ ഉള്ള ഒരു ഇഞ്ചുറിയാണ്. പക്ഷേ അത് ഈ മത്സരത്തിൽ, സാൻ ലൂയിസിനെതിരായ മത്സരത്തിൽ അദ്ദേഹം അത് പ്രകടമായി തന്നെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിലും അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂഷന് തയ്യാറായി അദ്ദേഹം മാറിപ്പോയില്ല, കളിയിൽ തുടർന്നു. ആദ്യാവസാനം അദ്ദേഹം കളിച്ചു. അത് വലിയ ആശ്വാസമാണ് ഇന്റർ മയാമിക്ക് നൽകുന്നത്. കാരണം അത് നൽകുന്ന സൂചന പരിക്ക് വലിയ കാര്യമായിട്ടുള്ളതല്ല, ഗുരുതരമല്ല, സാരമുള്ളതല്ല എന്ന് തന്നെയാണ്. കളിക്ക് ശേഷം ഇന്റർ മയാമിയുടെ കോച്ചും ആ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. അത് വലിയ സാരമുള്ള പരിക്കല്ല മെസ്സിയുടേത്, അതുകൊണ്ട് ഇന്റർ മയാമിക്ക് ആശങ്കപ്പെടാനൊന്നുമില്ല എന്ന നിലയിൽ തന്നെയാണ്. പക്ഷേ എന്നാലും ആരാധകർക്ക് ആശങ്ക ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം മെസ്സിക്ക് മുൻപും പരിക്കിൻ്റെ ആ പ്രത്യേക സ്ഥലത്ത് കാലിൻ്റെ തൊടവണ്ണയിൽ പരിക്ക് ഉള്ളതാണ്. അത് വീണ്ടും കൂടുതലാകുമോ എന്ന ആശങ്ക ആരാധകർക്കുണ്ടാകാം. പക്ഷേ തൽക്കാലം അങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം ലിയോ മെസ്സി ഇനിയുള്ള കളികളിൽ ഉണ്ടാവുക, അടുത്ത കളി ഞായറാഴ്ചയാണ്, പുലർച്ചെ ഇന്ത്യൻ സമയം പുലർച്ചെ 5:30-ക്കാണ് ഇന്റർ മയാമിയുടെ കളി. അത് ഉൾപ്പെടെയുള്ള അടുത്ത കളികളിലെല്ലാം മെസ്സി ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം. കാരണം അവരുടെ പ്രധാന സ്ട്രൈക്കർ ലൂയിസ് സുവാരസ് വിലക്കിനെ തുടർന്ന് 6 മത്സരങ്ങളിൽ കളിക്കാനാകാതെ ഇന്ന് ആ 6 മത്സരങ്ങളിൽ ഒരു കളി, അത് സാൻ ലൂയിസിനെതിരായ ഒരു കളി കഴിഞ്ഞു. ഇനി 5 മത്സരങ്ങളിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല. ഇന്ന് സുവാരസ് കളിക്കാതെ ഇരുന്ന സാഹചര്യത്തിലും മെസ്സിയുടെ അത്യുജ്വല പെർഫോമൻസിലാണ്, അത്യുജ്വല പ്രകടനത്തിലാണ് ഇന്റർ മയാമി പിടിച്ചു നിന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സാൻ ലൂയിസ് ആദ്യ ഗോൾ അടിച്ചതിന് ശേഷം ഒരു ഗോൾ പിന്നിൽ നിന്ന ശേഷം 4 ഗോൾ അടിച്ചു കൂട്ടിയാണ് ഇന്റർ മയാമി ജയിച്ചത്. അതിന് പ്രധാന കാരണം മെസ്സിയാണ്. അപ്പോൾ മെസ്സിക്ക് കൂടി പരിക്ക് വന്നാൽ അത് ഇന്റർ മയാമിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ മെസ്സിക്ക് പരിക്ക് ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. എങ്കിലും ആ ആശങ്ക ആരാധകരുടെ ഉള്ളിലുണ്ട് എന്നതൊരു സത്യമാണ്.